Happy birthday, Meghana. Thank you. Happy birthday, Meghna. Happy birthday, Meghna. Thank you. Thank you. Happy birthday, Meghna. Thank you. Good morning. Good morning, ma'am. 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 Morning. Good morning, ma'am. മാം എനിക്ക് Good morning. മാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ മൈ കളക്ഷൻ ബുക്ക് ഉണ്ടല്ലോ, അപ്പൊ അത് ഞാൻ 2 സൈഡ് എഴുതിപ്പോയി. അപ്പം കുഴപ്പമുണ്ടോ? സാറില്ല. It's okay. അല്ല, എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലൊരു ബിനി രാജീവ് എന്നൊരു ഒരാള് ഇങ്ങനെ വിളിച്ച് മാമിനോട് ചോദിച്ചായിരുന്നു 2 സൈഡ് എഴുതുന്നു. അപ്പൊ മാം പറഞ്ഞായിരുന്നു ഒരു സൈഡ് ഒട്ടിച്ചിട്ട് എഴുതാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പിക്ചേഴ്സ് ആണ് വെക്കുന്നത്. പിന്നെ മൈ കളക്ഷൻ ബുക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2-3 ആക്ടിവിറ്റി ആണല്ലോ നമുക്ക് റൈറ്റിംഗ് വരുന്നത്. ബാക്കിയെല്ലാം പിക്ചേഴ്സ് അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തു പോയെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനൊന്ന് ചെയ്തതൊന്ന് മാമിനൊന്ന് കാണിക്കട്ടെ എന്നാ. I am requesting you, can I start the class first? Because we need the prayer first, right? Yes, ma'am. Okay, please. Okay. Ma'am, I am the prayer. Shall I start, ma'am? They shall be showers of blessing. This is the promise of love. They shall be seasons refreshing, sent from the Savior's above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. Okay, Meghna, very lovely birthday wishes to you. Then Thank you, ma'am. Thanks a lot. Gorgeous and lovely today. Today, you have one potential. I just came to know that in the beginning itself, from the first class itself. Yeah, I know that you have a unique potential. Okay. You are doing some dances, like something related with traditional dance. You are doing, right? Yeah, ma'am. Okay, very good. Okay, then what is next? Thought for the day or sign out? Thought പറയാം. Good morning to all. Today's thought is, keep your face to the sunshine and you can never see the shadow. The idea of keeping your face to the sunshine is that you should always look on the bright side of life. If you do so, you will not see the shadows. That means that you will not see the potential bad things that could happen to you. I repeat the thought, keep your face to the sunshine and you can never see the shadow. I wish you all a great day ahead. Thank you, ma'am. Okay, then continuous. Signing. Good morning, ma'am. And good morning, everyone. നമ്മളെല്ലാവരും കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു പെൻസിലിന്റെ രസകരമായ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് എല്ലാവരെയും ജിഷ മാമിന്റെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് പെൻസിലുകൾ നാം നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോലും നമുക്ക് പെൻസിലിന്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്.
പല പല രൂപത്തിലും ഭാവത്തിലുമുള്ള പെൻസിലുകൾ നമുക്കിന്ന് കടകളിൽ കാണാവുന്നതാണ്. ചെറിയ വാൽ എന്ന് അർത്ഥം വരുന്ന പെൻസുലസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പെൻസിൽ എന്ന വാക്കിന്റെ ജനനം. ഇതിന്റെ കണ്ടുപിടുത്തത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടതായി വരും. 1565 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു പറ്റം ആട്ടിടയന്മാരാണ് പെൻസിൽ എന്ന വസ്തു കണ്ടെത്തിയത്. ഇവർ ആടിന് മേക്കാൻ പോകുന്ന വഴികളിൽ വീണ് കിടക്കുന്ന മരങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ കരിക്കട്ട പോലെയുള്ള കറുത്ത നിറത്തിലുള്ള കല്ലുകൾ പോലെ കുറച്ച് വസ്തുക്കൾക്ക് ഇവർ കാണാനിടയായി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവർ എടുത്തിട്ട് നിലത്ത് ഉരച്ചു നോക്കിയപ്പോൾ അവിടെ കറുത്ത നിറം വരുന്നത് അവർ ശ്രദ്ധിച്ചു. അപ്പോൾ ഇവർക്കൊരു സൂത്രം തോന്നി. അവർ ആടുകളുടെ ദേഹത്തൊക്കെ ഇതുകൊണ്ട് അടയാളങ്ങൾ ഇടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇവർക്ക് കിട്ടിയത് ഗ്രാഫൈറ്റ് ആയിരുന്നു. അപ്പോൾ ഗ്രാഫൈറ്റ് എന്ന സംഭവം ഉപയോഗിച്ചാണ് പെൻസിൽ എന്ന വസ്തുവിന്റെ ഉപയോഗം ലോകത്തിൽ നടക്കുന്നത്. ഗ്രാഫൈറ്റ് ലോകത്തിൽ പ്രചാരത്തിലായതോടെ ജർമ്മൻകാർ ഒക്കെ കൂടിയിട്ട് ഗ്രാഫൈറ്റിന്റെ പൊടിയിൽ സൾഫറും പിന്നെ കുറച്ച് പശയും കൂടി ചേർത്തിട്ട് പുതിയ രീതിയിലുള്ള ഒരു പെൻസിൽ നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് ഗ്രാഫൈറ്റും കളിമണ്ണുമായി ചേർത്തിട്ട് ഫ്രഞ്ചുകാർ അവരുടെ രീതിയിലും പെൻസിലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇനി അതുകൊണ്ടൊന്നും പെൻസിലിന്റെ കഥ തീരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന മരത്തടിക്കുള്ളിലെ ഗ്രാഫൈറ്റ് വെച്ചിട്ടുള്ള പെൻസിൽ ഉണ്ടാക്കിയത് ഇറ്റലിക്കാരാണ്. ഇന്നും ഈ പറയപ്പെടുന്ന ഗ്രാഫൈറ്റും കളിമണ്ണും ചേർന്ന മിശ്രിതമാണ് പെൻസിലിന്റെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പെൻസിലിന്റെ പിന്നിലുള്ള കഥ. അപ്പോൾ ഒരിക്കൽ കൂടി ജിഷ മാമിന്റെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സൈനിങ് ബൈ നുസ്രത്ത് തൃശൂർ. താങ്ക്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ. It is very informative. Actually, I was waiting for ഇന്ത്യക്കാരെന്താ പെൻസിലിൽ ചെയ്തതെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ച് നിൽക്കുമായിരുന്നു. ഇന്ത്യക്കാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. ബാക്കി ഫ്രഞ്ച്, ജർമ്മൻ ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ഇന്ത്യയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എനിവേ, ഇന്ത്യ കുറെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അതിങ്ങനെ പെൻസിൽ ഇപ്പം ചെറുതാവുമ്പോഴേക്കും നമ്മൾ പിന്നെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ കത്തുമ്പോൾ പുറത്തുള്ള ആ തടി അത് മാത്രമേ കത്തുള്ളൂ, ഉള്ളിലത്തത് അങ്ങനെ തന്നെ കിടക്കും അല്ലെ, തീ പിടിക്കില്ല. You won't get fire. Okay. സോ ഇനി എന്തായിരുന്നു, ഐശ്വര്യ ആയിരുന്നല്ലേ? എന്തായിരുന്നു ഐശ്വര്യയുടെ കൺസേൺ? രണ്ട് സൈഡിലും എഴുതി അത് കാണിക്കട്ടെ എന്നല്ലേ ചോദിച്ചേ? ഐശ്വര്യ മാം, ഇല്ല ആര്യ മാം, ആര്യ. സോറി, ആര്യ ഉണ്ടോ? ഇത് ഐശ്വര്യ അല്ലേ? വീഡിയോ ഓൺ ചെയ്തേക്കണ ഐശ്വര്യ അല്ലേ? ഐശ്വര്യ സൈൻ ഇൻ വന്നാണോ? വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ബാച്ച് ആണോ പറഞ്ഞത്? Yeah, yes, I feel also very good. I thought that it's Meghna's birthday. That means you people decide to switch on the video whoever birthday it is. ആരുടെയൊക്കെ ബർത്ത്ഡേ വരും അന്നത്തെ ദിവസം വീഡിയോ ഓൺ ചെയ്യും, അങ്ങനെ വല്ല ആക്ടിവിറ്റി ആണോ എന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്, ബിക്കോസ് ഇറ്റ് മേക്ക് മീ മോർ എനർജറ്റിക് by seeing your faces, lovely faces. Okay, thank you. And where is that Arya, right? Arya പറഞ്ഞോളൂ. Yes, Arya പോയോ? അയ്യോ, Arya വരട്ടെ. മാം, ഡൗട്ട് ചോദിച്ചിട്ട് സെക്കൻഡ് റെക്കോർഡിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. എനിക്ക് ജസ്റ്റ് ക്ലാസ് എവിടെയാണെന്നൊന്ന് പറയൂ. അതിന്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ മതിയോ? അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലാസ് മുഴുവൻ നമ്മൾ റെക്കോർഡ് പറഞ്ഞു ക്ലാസ് തീരാറാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. തുടക്കത്തിലേ പറയുമ്പോൾ കുറെ പേര് വന്നിട്ടുണ്ടാവില്ല, കുറച്ച് പേര് ലീവ് ആകും, അങ്ങനെയൊക്കെ വരില്ലേ ലാസ്റ്റ് ആവുമ്പോഴും. സോ വേർ വി ഔട്ട്സൈഡ് സ്കൂൾ വരെ ഔട്ട്സൈഡ് സ്കൂൾ ആയിട്ടുള്ളൂ അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇല്ല, അത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ എങ്ങനെ എടുക്കുന്നത് കേട്ടിട്ട് എന്റെ സംശയം. യൂണിറ്റ് 2 ഹൈജീൻ ആണ് എടുക്കുന്നത്. അത് ഔട്ട്സൈഡ് സ്കൂൾ വരെ എടുത്തിട്ടുള്ളൂ.
ബാക്കിലായി പോയോ നമ്മള്? ഞാൻ പതുക്കെയാണ് എടുക്കുന്നത്. Part 2. ഏതെങ്കിലും ടീച്ചേഴ്സ്? Whether they started? Part 2. Child development and growth. Which chapter? Child development and growth and social emotional development, language development and needs and defense mechanism. പിന്നെ ഒരെണ്ണോടുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അത് എടുത്ത് നീഡ്സ്. നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ഡിവിഷൻസ് അറിയാമോ? യു നോ ദ ഡിവിഷൻസ് ഓഫ് സബ്ജക്ട്സ്? Yeah, ma'am, you have posted in the classroom. Yeah, yes. ഓക്കെ, സോ ഡെവലപ്മെന്റിന്റെ പോർഷൻ ആയി എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറയാൻ വരുന്നത്, നമ്മൾ മോണ്ടിസോറി മെത്തേഡ്, വി ആർ ജസ്റ്റ് എൻട്രിങ് ടു മോണ്ടിസോറി മെത്തേഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പാർട്ട് 2. That is part 3 is purely Montessori methods and its application and philosophy of education. Everything is included in that. In that, Maria Montessori divided the development stages of a child into 2 stages. That is childhood and adulthood. Again, she divided each stage into 2 periods. ഇത് 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പീരീഡ് വന്നു? 4 പീരീഡ്സ് അല്ലെ? 4 പീരീഡ്സ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. ഈ 4 പീരീഡിലെ കുട്ടികളുടെ ഏജ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈൽഡ്ഹുഡിലെ ഫസ്റ്റ് പീരീഡ് ബർത്ത് തുടങ്ങി 6 ഇയേഴ്സ്. ചൈൽഡ്ഹുഡിലെ നിങ്ങൾക്ക് ഉള്ള ടെക്സ്റ്റ് PDF അല്ലാട്ടോ, പാർട്ട് 3 ഒരു ഭാഗം ഞാൻ പറയണത് ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ്. നിങ്ങളൊരു നോട്ട്ബുക്ക്, പുതിയൊരു നോട്ട്ബുക്ക് വാങ്ങണം. കുറേ പേജസ് ഒന്നും വേണമെന്നില്ല, നോട്ട്ബുക്കോ ഡയറി ആയാലും മതി. ആ നോട്ട്ബുക്കിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. Got it? You have to divide that notebook into 4 equal parts. ആ 4 equal partsനെ മറിയ മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഓരോ സ്റ്റേജിനെയും again she divided into 2 periods. So we have 4 periods. ആ 4 പീരീഡ്സിലെ ഏജ് സ്പാൻ ആണ് ഞാൻ പറയുന്നത്. ചൈൽഡ്ഹുഡിലെ ഫസ്റ്റ് പീരീഡ് 0 to 6 ഇയേഴ്സ്, അതായത് ബർത്ത് തുടങ്ങിയിട്ട് 6 ഇയേഴ്സ്. സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സ്, നമ്മുടെ ടീനേജിലേക്കൊക്കെ കയറാനായിട്ട് നിൽക്കുന്ന 12 ഇയേഴ്സ് വരെ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആയ അഡൾട്ട്ഹുഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 പീരീഡില് ഫസ്റ്റ് പീരീഡ് ആണ് 12 to 18 ഇയേഴ്സ്. ആ പീക്ക്, ടീനേജിന്റെ പീക്ക് 12 ഇയേഴ്സ് തുടങ്ങി 18 ഇയേഴ്സ്. ദെൻ അതിലെ രണ്ടാമത്തെ പീരീഡ് ആണ് 18 to 24 ഇയേഴ്സ്. അപ്പൊ അങ്ങനെ 4 ഏജ് സ്പാൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ നോട്ട്ബുക്കില് ഈ 4 ഏജ് സ്പാൻ ഇടണം. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ് എന്നും പറഞ്ഞിട്ട് ഈ ഏജ് സ്പാൻ മാർക്ക് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലെ 2-3 പോർഷൻസ് കഴിഞ്ഞു. ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് കഴിഞ്ഞു, ഇമോഷണലി വരുന്ന ഡെവലപ്മെന്റ് മനസ്സിലാക്കി, സോഷ്യലി എപ്പോ സോഷ്യലൈസ് ചെയ്യുന്നു അല്ലെ, നോക്കി ചിരിക്കുന്നു, സംസാരിക്കുന്നു, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അങ്ങനെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അപ്പൊ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ആങ്സൈറ്റി ഒക്കെ മാറി കുറെ കൂടെ ഒക്കെ മിങ്കിൾ ആവുന്നു, പീർ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ആവുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇന്റലക്ച്വൽ ലെവൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വന്നു അല്ല, അങ്ങനെ പല ഡെവലപ്മെന്റ് വന്നു. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓരോരോ വാക്കുകൾ പറയാൻ ആദ്യമൊക്കെ കൂവുന്ന ശബ്ദം ഉണ്ടാക്കും, പിന്നെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യും, പിന്നെ അവരുടേതായ ചില വേർഡ്സ് ഒക്കെ അവർ യൂസ് ചെയ്യും. ഇപ്പൊ മമ്മി പപ്പ എന്നൊക്കെ പറയുന്നതിന് പകരം അവരുടേതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ടോയ്സിനൊക്കെ അവരൊരു പുതിയ പേരൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പിന്നെ ചെറിയ മീനിങ് ഫുൾ ആയിട്ട്, ഫുൾ സ്ട്രക്ചർ ഇല്ലെങ്കിലും ഒരു മീനിങ് ഫുൾ ആയ സെന്റൻസ് ഒക്കെ പറയും. വെള്ളം വേണം, അങ്ങനെ ചെറിയ 2 വേർഡ്സ് ചേർത്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ളതൊക്കെ പറയും. പിന്നെ കറക്റ്റ് ഒരു ഏജ് എത്തുമ്പോഴേക്കും അവര് നല്ല പോലെ സെന്റൻസുകൾ, they will make sentences, meaningful sentences with structured meaningful sentences. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അതിൽ കാണും ഈ ഒരു പ്രായത്തിൽ കുട്ടിയുടെ ഫിസിക്കൽ ചേഞ്ചസ് ഇതായിരുന്നു, അങ്ങനെ അങ്ങനെ. അപ്പൊ ഈ ഓരോ പീരീഡിന്റെ അവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കണം. അത് ക്ലിയർ ആയോ? അത് നിങ്ങൾക്കൊരു അസസ്മെന്റ് ടൂളാണ്.
നാളെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുപാടും കുട്ടികളുണ്ടെങ്കിൽ, ഓരോ ഏജിലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റിന്റെ അസസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ടൂളാണ്. ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കാനായിട്ടൊരു സ്കൂളിൽ പോകുന്നു, അവിടെ 4 വയസ്സുകാരൻ, പ്രീ സ്കൂൾ കുട്ടികൾ, KG സെഷനിലെ കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും ഒരു 4 ആ ഒരു ഏജിലുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ അതിലൊരു കുട്ടി 2 വയസ്സിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത്. 4 വയസ്സിൻ്റെതായ ഒരു ആക്ടിവിറ്റി അവനില്ല. ആക്ച്വലി പറഞ്ഞാൽ അവന്റെ ക്രോണോളജിക്കൽ ഏജ് 4 ഇയേഴ്സ് ആണ്, പക്ഷെ അവന്റെ മെന്റൽ ഏജോ 2 ഇയേഴ്സ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്കുള്ള അസസ്മെന്റ് ടൂൾ ആണ് ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. വളരെ നല്ലപോലെ തന്നെ നീറ്റ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. ഇത് പാർട്ട് 3 ആ മറിയം മോണ്ടിസോറിയുടെ സ്റ്റേജസ് എത്തുമ്പോൾ പറയാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, പിന്നെ ഓർത്തു പാർട്ട് 2 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് എഴുതി പോകുമ്പോൾ പാർട്ട് 3 മോണ്ടിസോറിയുടെ സ്റ്റേജസ് എത്തുമ്പോഴേക്കും നിങ്ങൾ എളുപ്പമായിരിക്കും. പിന്നെ അതുമല്ല ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുട്ടികളെ അസസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്കൊരു പക്ഷേ അസസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവരുടെ ആ ഒരു ഏജ് ഗ്യാപ്പ്, അതായത് മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്ത് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് പാരന്റ്സിനെ ഗൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ള ടീച്ചർമാരോട് പറയാം. അപ്പൊ അവര് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് ഇതിന് പറ്റുന്ന ഒരു തെറപ്പി സെഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാരന്റ്സിനോട് പറയും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ത്രൂ ആക്ടിവിറ്റീസ്. പെട്ടെന്ന് തന്നെ അവരുടെ മാറ്റും. കുറേ ഇപ്പം അഡോളസൻസിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ചെറിയ ഏജിൽ തന്നെ. അപ്പൊ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്കാണ്. നമ്മൾ ആ ഏജിലുള്ള കുട്ടികളല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് ഇതൊരു നല്ലൊരു അസസ്മെന്റ് ടൂൾ ആയിട്ട് വെക്കുക. അപ്പൊ നമ്മുടെ PDF-ലുള്ള കാര്യം മാത്രമല്ല, അല്ലാതെ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. ഈ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കുറേ ഒബ്സർവേഷൻസ് കൊടുത്ത സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ട്. മറിയം മോണ്ടിസോറിയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നവര്. അവരുടെയൊക്കെ സപ്പോർട്ട് ശരിക്കും മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നു, മറിയം മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവര് ഈ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത്, കുറെ റിസർച്ചും അനാലിസിസിനും ശേഷം. അതിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചൈൽഡ് ഡെവലപ്മെന്റ് പറഞ്ഞത്. ചിലര് കുട്ടിയുടെ കോഗ്നിറ്റീവ് ബുദ്ധിപരമായ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അനുസരിച്ച് കുട്ടി ഓരോ ഏജിലും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത്, ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞത് ഓരോ ഏജ് സ്പാൻ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ്. കുട്ടിക്ക് ഓരോ ഏജിലും പ്ലഷർ എങ്ങനെയാണ് കിട്ടുന്നത്, ഏത് ഓർഗനിലൂടെയാണ് പ്ലഷർ, ആ ഒരു ഇത് വെച്ചിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പലരും പറഞ്ഞതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ അവരുടെയൊക്കെ അനാലിസിസ് പറ്റും. നിങ്ങൾക്കത് ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, വിഡോസ്കി അതൊക്കെ തന്നിട്ടുണ്ടോ? ആണ്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ അസസ്മെന്റ് ടൂള്, നമ്മളുടെ ഒരു അസസ്മെന്റ് ടൂള് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അപ്പൊ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അങ്ങനെ എഴുതി വെക്കും. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമിന് ഈ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേ ഈ ഏജിൽ എന്തായിരുന്നു ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് ഏത് ഏജ് പീരീഡ് ആണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ല. കാരണം നമ്പേഴ്സ് റിമെമ്പർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഏജ്, പക്ഷെ ഈ ഒരു അസസ്മെന്റ് ടൂള് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഏജിൽ എന്ത് സംഭവിച്ചു, എന്ത് ഡെവലപ്മെന്റ്, എന്ത് ചേഞ്ചസ് വന്നു എന്നുള്ളത്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ, എനിവേ ഐ നോ ദാറ്റ് എവറിബഡി നീഡ്സ് എ ജോബ്, ഒരു ഇൻകം വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ജോബായി, ഒരു ചെറിയ ഇതാണെങ്കിൽ ഒരു വരുമാനമായി കഴിയുമ്പോൾ റിലേറ്റഡ് സ്റ്റഡി ചെയ്യുക. ഒന്നില്ലെങ്കിൽ തന്നെത്താനെ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ കുറെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട് പലരും. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെ അസസ് ചെയ്യാം, അതിന് റെമഡിയൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷന് ഫുൾ ടൈം കോഴ്സ് പോയി ചെയ്യാനൊന്നും സമയമൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ കൂടെ പാരലായിട്ട്, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ 1 hour എവിടെയെങ്കിലൊക്കെ സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസസ്മെന്റ് ടൂള് മാത്രമല്ല അതിനുള്ള റെമഡിയും കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്? നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട്, അങ്ങനെ മോശമായിട്ടൊന്നും ആരും അങ്ങനെ അതിന്റെ ക്ലാസ്സസ് ഒന്നും കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. നല്ലത് നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു understand all the things, and at the same time you can provide support to the kids and their family. നമുക്കത് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും.
ഇതുപോലുള്ള കുട്ടികളെയും അവരുടെ പാരന്റ്സിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. So I prefer to take class in mixed language because the thing is that I got a feedback like പുതിയൊരു ബാച്ച് MT12 നമുക്കൊരു നോൺ മലയാളി ഉണ്ട്, കിം എന്ന് പറഞ്ഞിട്ട്. അറിയോ? കിം മണിപ്പുരിയാണ്. കിം ഒട്ടും മലയാളം അറിയില്ല. നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട്, മലയാളം അറിയാത്തവരെ നമ്മൾ അങ്ങ് മലയാളം പഠിപ്പിക്കും. അതേസമയം നമ്മൾ അവർക്ക് പറ്റുന്ന ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഒട്ടും ശ്രമിക്കില്ല. ദാറ്റ്സ് അവർ മെയിൻ പ്രോബ്ലം. നമ്മൾ ചെല്ലുന്നത് 4 years 3 years ഒക്കെ ഉള്ള കുട്ടികളുടെ അടുത്താണ്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ബേസ് ആണ് അവിടെ. അവിടെ നമ്മൾ നല്ല ലാംഗ്വേജ് യൂസ് ചെയ്തില്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ പൂറായി പോലേ. സോ വി ഹാവ് ടു ഇംപ്രൂവ് അവർ ലാംഗ്വേജ്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അതിന് പറ്റുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ കിമ്മിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കിമ്മിന് ക്ലാസ്സിൽ കയറിയാൽ മനസ്സിലാവില്ല, ഒട്ടും അറിയാത്ത കാര്യമാണ് മലയാളം. കിം ഇവിടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ തന്നെയെന്ന് പറഞ്ഞാൽ തൃശ്ശൂരടുത്ത മാള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോളി ഗ്രേസ് എന്നൊരു സ്കൂളുണ്ട്, അവിടുത്തെ സ്റ്റാഫാണ്. പക്ഷെ മേ ബി കിമ്മിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നോൺ മലയാളീസ്, ഫോറിനേഴ്സ് ഒക്കെയാണ് ടീച്ചേഴ്സ് ആയിട്ടുള്ളത്. അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അവിടുത്തെ കുട്ടികൾക്ക് നല്ല ലാംഗ്വേജും കാര്യങ്ങളോ, കാരണം അവർ മലയാളം കേൾക്കുന്നില്ലല്ലോ. കിമ്മിന് ഒട്ടും ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ത്രൂ ഔട്ട് മലയാളത്തിൽ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ, മീൻസ് ഇംഗ്ലീഷിൽ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. കിമ്മിന് വേണ്ടി ഫുൾ ഇംഗ്ലീഷ് പറയുമ്പോൾ കുറെ പേര് അവരല്ലാതെ സ്ട്രഗിൾ ചെയ്യും. നമുക്ക് ആരെയും സ്ട്രഗിൾ ചെയ്യിക്കാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അതിനൊരു സൊല്യൂഷൻ എന്താന്ന് ആലോചിച്ചിട്ട് ഒരു രീതിയിലും മനസ്സിലാകാതെ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. കിം വളരെ മിടുക്കിയാണ്, പക്ഷെ ഇത് ലാംഗ്വേജ് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രോബ്ലം കിമ്മിന് ശരിക്കും ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് കിമ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. മിക്സഡ് ലാംഗ്വേജിൽ പറയാം, അപ്പൊ കിമ്മിനും പ്രോബ്ലം ഉണ്ടാവില്ല, ബാക്കി കുട്ടികൾക്കും പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നു. ബട്ട് എല്ലാ ക്ലാസ്സിലും നമുക്ക് അതുപോലെ ആ ഒരു ടെമ്പോയിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് സംശയം. അപ്പം ജസ്റ്റ് തിങ്ക് നമ്മളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം. നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകൂലേ. വി ഹാവ് ടു ഡു ജസ്റ്റിസ് ഫോർ ദം. അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ അവരോട് ജസ്റ്റിസ് ആണ്. സോ മേക്ക് മോർ ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും. കാരണം കൊളോക്കിലി മലയാളം പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾ അത് അങ്ങനെ ഫോളോ ചെയ്ത് പിന്നെ അവരുടെ ടോൺ അതായി. ഒരു ടീച്ചർക്ക് ശരിയാ ഒരു ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുമ്പോൾ കൊളോക്കിലായിട്ട് പലതും വരുമായിരിക്കും. പക്ഷെ അതൊരു ക്ലാസ് എടുക്കുമ്പോൾ അത് കൊളോക്കിലി വന്നാൽ അവിടെ എന്തോ ഒരു പ്രശ്നം ആ ടീച്ചർക്ക് ഉണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെ? കൊളോക്കിലായിട്ട് വരാതെ ലാംഗ്വേജ് നല്ല ഫ്ലോയിൽ പോവുക. കുട്ടികളൊക്കെ അപ്പൊ നല്ല ലാംഗ്വേജ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ, നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആര് ഇംഗ്ലീഷ് എടുക്കുന്നത്? Sir, ma'am. ഓ വെരി ഗുഡ്, യു പീപ്പിൾ ആർ വെരി ലക്കി. ജോബ് സാറ് മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും നല്ല രസമായിട്ടാണ് എടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം സാറുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ക്ലാസ്സിലൊക്കെ ചെയ്യും. അപ്പൊ അത് കിട്ടുമ്പോഴേക്കും ബാക്കി ക്ലാസ്സിലും അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഓരോ ബാച്ചിൽ നിന്ന് നല്ല നല്ല ഐഡിയാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ. സോ പ്ലീസ്. അപ്പൊ കിമ്മിനെ പറഞ്ഞു വിടുവാണോ വേണ്ടേ, കിമ്മിനെ നമ്മുടെ കൂടെ തന്നെ നിർത്തുവാണോ വേണ്ടേ, എന്താ വേണ്ടേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടി വരും അല്ലെ? കിമ്മി ബാച്ചിലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ബാച്ചിലേക്ക് പോയി പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്തതാ. കാരണം ഐ ഫീൽ മോർ കോൺഫിഡന്റ് ഇൻ ദിസ് ക്ലാസ്. ഐ ഫീൽ വെരി കോൺഫിഡന്റ് ഇൻ എവറി ക്ലാസ്. ബട്ട് ലൈക്ക് ഈ ക്ലാസ്സിലൊരു ടെമ്പോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊരു സജഷൻ നിങ്ങൾക്ക് പറയാലോ, കിം വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് അങ്ങനെ ആരും പറഞ്ഞില്ല. എല്ലാവരും കിം ഇവിടെ വേണം എന്ന് തന്നെയല്ലേ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ കിമ്മിനെ അറിയിക്കാം. Okay. Okay, ma'am. Convey my regards to her, ma'am. Yeah, sure. And if she need support from any batch, we can also provide your like your contacts or something. Like okay, anyway. ലൈക്ക് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്ലാസ് റൂം പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ വരുന്ന മെസ്സേജസ് ചിലപ്പോൾ മലയാളത്തിലായിരിക്കും. സോ കിം അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. മാം, ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, ഇത് എന്താണെന്ന് പറഞ്ഞു തരാമോ? ഒന്നുമില്ല, അസൈൻമെന്റ് എഴുതാനുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു. അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എപ്പോഴാണ് മാർക്ക് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ കിമ്മിന് ഒന്നും മനസ്സിലായില്ല. പേര് കിം എന്നല്ല കേട്ടോ, അതിനകത്ത് കുറെ എന്തൊക്കെയോ ഉണ്ട്, ഒന്നും മനസ്സിലാകാത്ത ഒരു നീണ്ട ഒരു പേരാണ്. അതൊന്ന് മനസ്സിലാകുന്ന 3 ലെറ്റേഴ്സ് എടുത്തിട്ട് കിം തന്നെ എല്ലാവർക്കും കിം എന്നാണ് പറയുന്നത്.
അപ്പൊ എനിക്ക് ശരിക്കും ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു കേട്ടോ. +2 പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രീ ഡിഗ്രി കംപ്ലീറ്റ് നിർത്തി +2 ആയത്. ഞാൻ എറണാകുളം സെന്റ് ജോസഫ് കോളേജിലാണ് പഠിച്ചത്, വുമൻസ് ഓൺലിയിലെ. അവിടെ എന്റെ ക്ലാസ്സിൽ 2 മണിപ്പൂരി കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് അവരെ ഓർമ്മ വന്നു. അവരുടെ ഇംഗ്ലീഷിൽ പ്രത്യേക രസം. അവർ ടി ഭയങ്കരമായിട്ട് പ്രൊനൗൺസ് ചെയ്യില്ല. അവർക്ക് തീന്ന് വരുള്ളൂ. ടീക്ക് പകരം തായ. ടീ നമ്മൾ പറയില്ലേ, ടാ പറയുന്നതിന് പകരം തായ അവർക്ക് വരുള്ളൂ. അപ്പൊ അവരെങ്ങനെയാ മിസ് മാനേജ് ചെയ്ത്? അവര് എങ്ങനെയാ മിസ് മാനേജ് ചെയ്ത്? മനസ്സിലായില്ല, എങ്ങനെ അവര് മാനേജ് ചെയ്തത് എങ്ങനെയാ? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ പൊതുവെ കുറെ കുട്ടികളൊക്കെ NRI കുട്ടികളായിരുന്നു, പുറത്തുനിന്ന് പഠിച്ച് അങ്ങനെ വരുന്നവരായിരുന്നു. 10th ഒക്കെ വരെ അവർക്കൊക്കെ നല്ലപോലെ ലാംഗ്വേജ് ഉണ്ട്. ഞാനൊക്കെയാണ് മലയാളം മീഡിയത്തിൽ നിന്ന് അവിടെ ചെന്നത്. അപ്പൊ ശരിക്കും ഈ അൽഫോൺസാന്നായിരുന്നു അതിലൊരു കുട്ടി, അൽഫോൺസയും മറിയും. ഇവരോട് രണ്ടുപേരോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ ഒന്നുമല്ല, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അവരോട് സംസാരിക്കുമായിരുന്നു. പലപ്പോഴും അവരുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവില്ല, പക്ഷെ അവര് റിപ്പീറ്റ് ചെയ്ത് പറയും. അവർക്കറിയാം സംസാരിക്കാൻ ഇഷ്ടമാണെന്ന് മനസ്സിലാവുമ്പോൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവര് നമ്മളോട് കുറെ സംസാരിക്കും. എന്നിട്ട് അവർക്ക് മലയാളം പഠിക്കണം എന്നും ആഗ്രഹം. അപ്പൊ അവർ ഓരോരോ വേർഡ് പറഞ്ഞിട്ട് ഇതിന്റെ മലയാളം എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ടീച്ചേഴ്സ് നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ്സസ് എടുത്തിരുന്നത് കൂടുതലും. പിന്നെ മിക്സഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷേ പറയാറുണ്ടായിരുന്നുള്ളൂ ടീച്ചേഴ്സ്. പിന്നെ ബാക്കി കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മിക്സഡ് മാത്സ് ഇവരും കൂടി ഉള്ളത് കാരണം അവരൊരിക്കലും ഫുൾ മലയാളത്തിൽ ക്ലാസ് എടുക്കാറില്ല, ഈ മണിപ്പൂരി കുട്ടികൾ ഉള്ളത് കാരണം. അതിന് മുമ്പാണല്ലേ? ഔട്ട്സൈഡ് ദ സ്കൂൾ ആണോ ഇൻസൈഡ് ദ സ്കൂൾ കഴിഞ്ഞോ? ഔട്ട്സൈഡും ഇൻസൈഡും കഴിഞ്ഞു മാം. കഴിഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളിപ്പോ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു. 4 years 3 years ആ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യേണ്ട പ്രൊവൈഡേഴ്സ് ആണ് ശരിക്കും റെക്കോർഡിന്റെ ഡൗട്ട്. ഓക്കെ, ഇപ്പൊ 11 ആയില്ലേ, നമുക്കൊരു 11 ഈ ഒരു ഇത് കഴിയാൻ കുറച്ചധികം ഉണ്ടോ നോക്കാം. ആ ഒരു ടൈം ആണെന്ന് തോന്നുന്നു. അപ്പൊ സ്കൂളിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ഹാബിറ്റ്സ്, ക്യാരക്ടർ ഫോമിങ്, ബിഹേവിയർ ഒക്കെ ഫോം ചെയ്യാനായിട്ട്, ഡെവലപ്പ് ആകാനായിട്ട് സ്കൂളിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സ്കൂളിന്റെ റോൾ എന്താണ്? വൈറ്റൽ റോൾ, ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ്. നമുക്ക് ഈ പല കാര്യങ്ങൾക്കും കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അല്ല. അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് വൈഡ് ആണ്. ഇത്രയും പോയിന്റ്സ് മാത്രമല്ല, യു ക്യാൻ കളക്ട് മോർ, യു ക്യാൻ റിലേറ്റ് ടു മോർ ഐഡിയാസ്. നിങ്ങൾക്ക് കുറെ ഐഡിയാസ് ഉണ്ടാവും സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ. അത് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, അതാരോ ഒന്ന് റീഡ് ചെയ്യാം. ആ ഒരു ആരോ മാർക്കിൽ പോയിന്റ്സ് എഴുതിയിട്ടില്ലേ അവിടം വരെ? ഹു ഈസ് റെഡി? ഞാൻ റെഡിയാണ് മാം. The roles of school in health education. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well being should last in the whole life of the individual. School should assert on cleanliness and neatness along with a sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having. Keep personal hygiene by maintaining neatness and cleanliness. Regular toilet habits. Brushing teeth twice a day. Using the toilet properly. Washing oneself whenever necessary, especially after play, journey, etc. Also, developing these habits, the school must take care in providing children with healthy, balanced food. Developing social habits of eating drinks, using public places, etc. Various agencies for improving health educations are books. Okay, Grishma,
നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. Okay, Okay. So school in a vital role, important role. School have a vital role. ഈ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചുള്ള അലർട്ട്നെസ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് കുട്ടികൾക്ക് ആ ചെറുപ്പം തുടങ്ങിയ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈജീൻ ആയിരിക്കണം, അതെല്ലാം അവരിന് ആ ഒരു സെൻസ് അവരിൽ ഡെവലപ്പ് ചെയ്തു വരും. അത് നമ്മൾ പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് നമ്മൾ മലയാളത്തിൽ ഒരു ഇത് പറയില്ലേ, ഫ്രേസ് പോലെ. അപ്പൊ അത് ശരിക്കും അവർ അഡൾട്ട് ആകുമ്പോൾ അവരുടെ ലൈഫ് ലോങ് ആ ഹാബിറ്റ്സിന്, നല്ല ഹാബിറ്റ്സിൽ ലൈഫ് ലോങ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസ് വരുന്നത്, ആ ഒരു ഫൗണ്ടേഷൻ വരുന്നത് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെയാണ്. വലുതായിട്ട് അതൊന്നും ശരിയാക്കാനായിട്ട് പറ്റില്ല. അതെന്തെല്ലാമാണെന്നാ പറയുന്നത്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും നല്ലപോലെ കൈയും വായും കഴുകണം എന്ന് പറയും. കാരണം കയ്യിലും വായിലും നിറയെ ജേംസിന്റെ ഒരു കൂട്, ഒരു നെസ്റ്റ് എന്ന് തന്നെ പറയാം. അവരവരുടെ ഒരു വീട് പോലെയാണ്. അപ്പൊ അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം എന്നുള്ള കുട്ടികളെ ശീലിപ്പിക്കണം. ഓക്കെ, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ? കൊറോണ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വലിയൊരു പോസ്റ്റർ, കൈ എങ്ങനെ കഴുകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിലെ 4 or 5 ഒരു സ്റ്റെപ്സ് ഉണ്ട്. അതൊന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യൂ. എന്റെ ഒരെണ്ണം ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഞങ്ങളോട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആണോ? ഞങ്ങളത് കാണിച്ചായിരുന്നു മാം, പ്രസന്റ് ചെയ്തായിരുന്നു, വരച്ചിട്ടുണ്ടായിരുന്നു. ഏത് ബാച്ചാന്നൊക്കെ മറന്നുപോയി, അതാണ് സോറി. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം അല്ലെ. പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടിന്റെ ഉള്ളിലെ ഹൈജീൻ, സറൗണ്ടിങ്സ്. അങ്ങനെ വരുമ്പോൾ ഓരോ വീടും അങ്ങനെ ശ്രദ്ധിക്കും, ഓരോ വ്യക്തിയും ഓരോ വീടും അങ്ങനെ ആകുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി, ആ സൊസൈറ്റി തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് പോകും, ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. പിന്നെ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. ആ കുട്ടിയുടെ ഒരു പ്രായം വരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലാണ് ശരിക്കും അത് ട്രെയിൻ ചെയ്യേണ്ടത് അല്ലെ. ആ കുട്ടി ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ആ ടോയ്ലറ്റ് ഹാബിറ്റ്സ് കറക്റ്റ് ആണ്. അതിന്റെ കൂടെ തന്നെയാണ് യൂസിങ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി. അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരാൾ കയറുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ടോയ്ലറ്റ് ഇട്ടിട്ട് പോകരുത്. അതുപോലെ ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ 2 നേരം ബ്രഷ് ചെയ്യാം. അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ, സ്വീറ്റ്സ് എന്നല്ല, മധുരമുള്ളതാണെങ്കിൽ എന്താണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാ കഴുകുക. ഇനി വാ കഴുകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നല്ലതുപോലെ കുട്ടികളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക. അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിലേക്ക് ഇരുന്ന് ഈ ടൂത്ത് ഡീക്കെ അല്ലെങ്കിൽ പല്ലിന്റെ ഓറൽ ഹൈജീൻ നല്ലതല്ലെങ്കിൽ പല്ലിന് പ്രശ്നം വരും. പല്ലിന് മാത്രമല്ല, മോണയ്ക്കൊക്കെ പ്രശ്നം വരും, പസ്സൊക്കെ വരും, ബ്ലഡ് സ്റ്റെയിൻ വരും, അങ്ങനത്തെ ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ പുറത്ത് പോയിട്ട് വരുമ്പോഴും കളിക്കാൻ പോയിട്ട് വരുമ്പോഴൊക്കെ കുട്ടികളോട് കുളിക്കാനായിട്ട് പറയും, കുളിച്ച് ഡ്രസ്സ് മാറാനായിട്ടൊക്കെ പറയും അല്ലെ. അതാണ് പുറത്ത്, കാരണം വരുമ്പോ തന്നെ ദേഹത്ത് മുഴുവൻ അഴുക്കായിരിക്കും. അത് മാത്രമല്ല, ജേംസ്, അണുക്കള് നല്ലപോലെ ബോഡിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വീട്ടിലും ശ്രദ്ധിക്കണം, സ്കൂളിലും ശ്രദ്ധിക്കണം. വീടിനും സ്കൂളിനും ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണുള്ളത്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന അവരുടെ ഡെവലപ്മെന്റിന്റെ എൻവിയോൺമെന്റ് ഏരിയകളാണ് ഹോം, സ്കൂൾ, ദെൻ സൊസൈറ്റി. അതിൽ അവരുടെ ചെറിയ പ്രായങ്ങളിൽ അവർ കൂടുതലും വീടും സ്കൂളും ആയിരിക്കും. ആദ്യം 3 years വരെയൊക്കെ അവർ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ്, ആ 3 വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റിനെ ക്രൂഷ്യലായി ബാധിക്കുന്ന പ്രൈം ഏജൻസിയാണ് ഹോം എന്ന് പറയുന്നത്. വീട്ടിലെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതിനുശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോഴാണ് അവരുടെ ഹാബിറ്റ്സ്, ആ ഒരു ബിഹേവിയർ, ക്യാരക്ടർ മേക്കിംഗ് എല്ലാം പ്രോപ്പർ ആയിട്ട് വരുന്നത്. അവർ കൂടുതൽ സോഷ്യലൈസ് ചെയ്യുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു. ക്ലാസ്സിൽ അത്രയും കുട്ടികളുണ്ട്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെ. പിന്നെ സ്കൂളിൽ നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളാണെങ്കിൽ നല്ല ഹെൽത്തി, ഹൈജീൻ ആയിട്ടുള്ള ബാലൻസ്ഡ് ഫുഡ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ചില സ്കൂളുകൾ ആ കാര്യത്തിൽ നല്ല കെയർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ വരുന്ന ഒരു അടുത്തുള്ള വീട്ടിലെ ഒരു കൊച്ചിന്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി ലഞ്ച് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാ പറഞ്ഞ ഒട്ടും വൃത്തിയായിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ളത്. അതൊക്കെ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകൾ നല്ല ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നമുക്കറിയാം, കുഞ്ഞ് വീട്ടില് ഭക്ഷണം കഴിക്കുമ്പോഴേ ആ ഒരു ഹാബിറ്റ്സ് നമ്മൾ കറക്റ്റ് ആക്കിയാലാണ്. അതായത് ഭക്ഷണം താഴെയൊന്നും ഇടാതെ നീറ്റായിട്ട് കഴിക്കുക. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ കൈ കൊണ്ട് കഴിക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്
ഗ്ലാസ് എടുക്കാനായിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഒരു സോഷ്യൽ പ്ലേസിൽ അവർ പോയിട്ട് ഒരു ഫംഗ്ഷന് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവര് വീട്ടിൽ കാണിക്കുന്ന അതേ ശീലം തന്നെ കാണിക്കില്ലേ. ആ ഒരു ഹാബിറ്റ്സ്, സോഷ്യൽ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, പിന്നെ പബ്ലിക് പ്ലേസ് യൂസ് ചെയ്യുന്നതിന്റെയൊക്കെ ആ ഒരു ഹാബിറ്റ്സ് അവരിൽ ഡെവലപ്പ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല, ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു റിസപ്ഷന് പോയപ്പോ 2 കുട്ടികളെ കണ്ട കാര്യം പറഞ്ഞിരുന്നോ? ഒരു റിസപ്ഷന് പോയിട്ടോ. റിസപ്ഷന് പോയപ്പോൾ നമുക്ക് സെൽഫ് സർവീസ് പോലെയാണല്ലോ, നമ്മൾ ബുഫേ മോഡലാണല്ലോ. അപ്പൊ ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 2 പേരും ചെറുതാ, വളരെ ചെറുതാ, എനിക്ക് തോന്നുന്നു വല്ല 2ാം ക്ലാസ്സിലോ അത്രയും കാട്ടൊക്കെ ആവുള്ളൂ. 2 പേരും ഒരേ പ്രായം പോലെ തോന്നി. അവരുടെ കൂടെ എൽഡേഴ്സിനെ ഒന്നും കണ്ടില്ല. ഇവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റുമായിട്ട് വന്ന് ഈ മറ്റേ ബ്ലാക്ക് കളർ ഗാർബേജ് ബാഗ് വെച്ചിട്ടുണ്ടാവുമല്ലോ വേസ്റ്റ് ഇടാനായിട്ട്, ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട്, കറക്റ്റ് ആ പ്ലേറ്റിലുള്ള ഒരു എന്താ പറയാ ഫ്രൈഡ് റൈസ് എന്തോ എന്റെ ആയിരുന്നു. അരി വേസ്റ്റ് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. അവര് കഴിച്ച ഭക്ഷണത്തിന്റെ എന്തൊക്കെയൊക്കെയോ ബാക്കിയുള്ളൂ, കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, അതെല്ലാം അതിലേക്ക് നല്ലപോലെ ഇട്ടിട്ട് ഈ പ്ലേറ്റ് വെക്കുന്ന ഒരു വലിയ ഒരു ബാസ്ക്കറ്റ് പോലെ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ കടകളിൽ പാലൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ്, ഒരു ബ്ലൂ കളറിലൊരു ബാസ്ക്കറ്റ് പോലത്തെ പ്ലാസ്റ്റിക്കിന്റെ, അതിങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ട് ഒരു ടേബിളില്. അപ്പൊ കുഞ്ഞു കൈകൾക്ക് അങ്ങോട്ട് എത്തില്ല. പക്ഷെ അവരിങ്ങനെ അവരുടെ ടൂസിൽ ഇങ്ങനെ നിന്നിട്ട് ആ പ്ലേറ്റ് അതിലേക്ക് കറക്റ്റ് ആയിട്ട് വെച്ചു. അപ്പൊ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് ഉള്ളിൽ കിടക്കുന്നതാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലല്ലോ, ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുവാണല്ലോ. ഇവർക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം ഒന്ന് സഹായിക്കാന്ന് വെച്ച് ഞാനിങ്ങനെ അവരുടെ പുറകിൽ നിൽക്കുക. അപ്പൊ അവരത് വെച്ചിട്ട് 2 പേരും കൂടെ, ഞാനും എന്റെ പ്ലേറ്റ് വെച്ചിട്ട് ഇവരുടെ പുറകെ പോവാ. 2 പേരും കൂടെ പോയി വാഷ് ബേസിന് ഇവർക്ക് എത്തുന്നില്ല. വാഷ് ബേസിന്റെ ആ ഒരു വലിപ്പം കാരണം അതിന്റെ അടുത്ത് വളരെ ഇങ്ങനെ അതും ഇങ്ങനെ ടൂസിൽ ഇങ്ങനെ നിന്നിട്ടാണ് ടാപ്പ് മറ്റേ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തുറന്ന്, അവിടെ ഇതുണ്ടായിരുന്നു, ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു. ഹാൻഡ് വാഷ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് റൈറ്റ് ഹാൻഡിലേക്ക് ആക്കി നല്ലപോലെ കൈ വാഷ് ചെയ്തിട്ട് അത് ടാപ്പ് അടച്ചിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ മിടുക്കന്മാരാട്ടോ എന്ന് പറഞ്ഞു. 2 പേരും ചിരിക്കുന്നു. അപ്പൊ കുഞ്ഞു കുട്ടികളാ, 2ാം ക്ലാസ്സും 1ാം ക്ലാസ്സും അത്രേ ഉണ്ടാവുള്ളൂ. ആരും അവരെ അസിസ്റ്റ് ചെയ്യുന്നില്ല, അവര് തന്നെയാണ് ചെയ്തത്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ട് പോകും. അതിങ്ങനെ കാണുമായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് കുട്ടികളിൽ ഈ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. അത് വീട്ടിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവര് സ്കൂളുകളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അപ്പോഴും അവരിൽ കുറെ അവർ ഫോളോ ചെയ്യും. അത് ശ്രദ്ധിക്കാനായിട്ട് അവിടെ ടീച്ചേഴ്സും അസിസ്റ്റന്റ്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഹാബിറ്റ്സ് അവർക്ക് ഡെവലപ്പ് ആകും. കാരണം എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വീട്ടിൽ വന്നിട്ടോ. ആളുടെ കയ്യിൽ ലഞ്ച് ഉണ്ടോ, ഓഫീസിലേക്ക് പോകുന്ന വഴിയാ വന്നത്. അപ്പം ഇരുന്ന് കഴിക്കുക, ചോറിങ്ങനെ പിച്ചി കൂട്ടി ഭയങ്കരമായിട്ട് സ്മാഷ് ചെയ്ത് കഴിക്കുന്നേ. ഞാനിങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞേ, ചോറിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ പറയാം, ഞാൻ ചെറുപ്പം തുടങ്ങി ഇങ്ങനെയാ ശീലിച്ചെന്ന്, അത് മാറുന്നില്ല എന്ന്. അപ്പൊ നമുക്കിതെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. ഇതുപോലെ ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ കഴിക്കുമ്പോഴേ ആളുടെ ഒരു ചോറല്ല എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനെ ഒരു ഫീൽ അല്ലല്ലോ ഞാൻ പറയുന്നത്. അത് കുറെ കറികളുണ്ട്, എന്നാ എല്ലാം കൂടി ഇട്ട് വാരിയിട്ട് ഓരോന്നും ആസ്വദിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് ഓർക്കുമായിരുന്നു. ചെറുപ്പം ആള് തന്നെ പറഞ്ഞു, ചെറുപ്പം തുടങ്ങിയേ ഞാനിങ്ങനെയാ ശീലിച്ചേ, അത് മാറുന്നില്ല. 48 വയസ്സായിട്ടും അത് മാറിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ എന്നുള്ള ആ ടൈറ്റിലിന് മുമ്പ് വരെയുള്ള പോർഷൻസ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് പേജ് നമ്പർ എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും. 7. ഓക്കെ. മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 2 അല്ലെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, ആരാ വായിക്കാതെ? ഞാൻ വായിക്കാം മാം. Various agencies for improving health education are books, chart and posters showing proper hygiene situation, 3 chart including the rules of healthy living, 4 feature film, radio programs, etc. When it comes to the level of the small children, they learn many things by role modeling. So teachers and other adults who collaborate with them can show good health habit in school, particularly in usage of toilet, washing hand before eating something, etc.
ഇപ്പൊ സ്കൂളിലൂടെ ചില ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുന്നു, കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയുന്നു. അംഗൻവാടികളിൽ അതുപോലെ ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുന്നു. നമ്മളുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഏരിയയിൽ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ അവയർനെസ് കൊടുക്കുന്ന വേരിയസ് ഏജൻസീസ്, ബുക്സ്, നിങ്ങൾക്കറിയാവുന്ന മാഗസീൻ ഏതാണ് വിച്ച് പ്രൊവൈഡ്സ് അവയർനെസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ? എനി മാഗസിൻ, മലയാളം ആണെങ്കിലും കുഴപ്പമില്ല. ആരോഗ്യമാസിക അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്, മാഗസീൻസ് അവൈലബിൾ ആണ്. പിന്നെ ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്നും പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് ആണ് അതിൽ കൂടുതൽ, ചിൽഡ്രൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതാണ് ഫസ്റ്റ് ക്രൈ ഇന്ത്യ. പിന്നെ നമ്മൾക്കറിയാം ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ പല രീതിയിലുള്ള ചാർട്ട്, പോസ്റ്റേഴ്സ് ഒക്കെ കാണാം. ഇപ്പൊ കോവിഡ് സമയത്ത് തന്നെ കുറേ ഇറങ്ങിയിരുന്നു. നമുക്ക് വാട്സാപ്പിലൂടെ ഇഷ്ടംപോലെ ആളുകളുടെ സ്റ്റാറ്റസ് ആയിട്ടും അല്ലാതെയും പല പല ഗ്രൂപ്പുകളിലും ഒക്കെ കുറെ ചാർട്ടും പോസ്റ്റേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, അത് കൂടാതെ എന്താ പറയാ, ഓർത്തോ റിലേറ്റഡ്, എല്ലിന്റെ റിലേറ്റഡ് എന്തെങ്കിലും മുട്ടുവേദന വരുമ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾക്കുണ്ടോ, ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ ചാർട്ടുകളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സെക്ഷൻ, അവിടെയാണെങ്കിൽ കുട്ടികൾക്ക് മുലപ്പാല് തന്നെ ഇത്ര വയസ്സ് വരെ കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചാർട്ടുകൾ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, നിങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ടീച്ചർമാരാരെങ്കിലും? അത് പ്രിപ്പയർ ചെയ്യുക. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുക കേട്ടോ. കാരണം ഇടയ്ക്ക് ചില മാറ്റങ്ങൾ, ചിലത് ആഡ് ചെയ്യും, ചിലത് ഒമിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കളക്ട് ചെയ്യും. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ഷെയർ ചെയ്ത് തരും. അപ്പൊ അതൊന്ന് വെക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എക്സാം മാത്രം ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, നമുക്കൊരു അവയർനെസ്സും കിട്ടുമല്ലോ. ഒരു ഏജിലെ കുട്ടിക്ക് ഏതിന്റെ വാക്സിനേഷനാ കിട്ടുന്നതെന്ന് അവയർനെസ് കിട്ടുകയും ചെയ്യും. ഈ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടാൻ നേരത്ത് ബർത്ത് ടൈമിൽ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ അന്ന് നമ്മളുടെ PDF ഇല്ല, ബട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ഏതായിരുന്നു? BCG. പിന്നെ ഓറൽ പോളിയോ കൊടുക്കും അല്ലെ? ഓറൽ തുള്ളിമരുന്നും കൊടുക്കില്ലേ? ഓറലി കൊടുക്കുന്നതും ഇഞ്ചക്ഷൻ ആയിട്ട് BCG കൊടുക്കും. പിന്നെ എഴുതിയത് അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എടുക്കുന്ന വാക്സിൻ TT അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അപ്പൊ അതുകൊണ്ട് ഈ PDF-ന്റെ ഉള്ളിൽ തന്നെ ഇത് എഴുതി അങ്ങനെ പരീക്ഷ എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ജനറലി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റും ആട്ടോ റിലേറ്റഡ്, അല്ലാതെ നമ്മൾ അറിയാതെ പോയിട്ടുള്ള ഒന്നും വരില്ല. പിന്നെ ഇതുപോലെ തന്നെ വേറെ പറയുവാണെങ്കിൽ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, അതായത് മോണ്ടിസോറി മെത്തേഡിൽ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബുക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതങ്ങ് വൈഡാണ്, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുക. അത് ഓരോ കാലം കഴിയുമ്പോഴും അപ്ഡേറ്റഡ് ആകുന്നുണ്ട്, എക്സ്പാൻഡഡ് ആകുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് തന്നെയുള്ള അനാലിസിസ് ആണ്. സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് ബൂസ്റ്റിംഗ്, ഇതെല്ലാം എഡ്യൂക്കേഷനിൽ വരും. നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലോസ് വന്നു, അല്ലെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ ഈ ഒരു സൈഡിൽ ഇച്ചിരി കൂടുതലാണ്, സോ ഞാൻ അതിനനുസരിച്ച് അത് യൂസ് ചെയ്യണം. ഞാൻ ഇത്തിരി വീക്ക് ആയിട്ടുള്ള സൈഡ് ഉണ്ട്, അപ്പൊ ലാംഗ്വേജ് എന്റെ വീക്കാണ്, സോ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതാ പറയുന്നത് സെൽഫ് അനാലിസിസ്. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരില്ല, നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യണം. സെൽഫ് ജഡ്ജ്മെന്റൽ ആണ് മോണ്ടിസോറി മെത്തേഡ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യലല്ല, സെൽഫ് ജഡ്ജ്മെന്റൽ ആണ്. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ ഒരു ടീച്ചറും കൂടി ആകുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആകണം. പ്രസന്റ് സിനാരിയോസ് പലതും, പുതുതായി വരുന്ന ടെക്നോളജീസ്, പുതുതായി വരുന്ന കാര്യങ്ങൾ, ഇതിനെ പറ്റിയൊക്കെ അപ്ഡേറ്റഡ് ആകണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, സെൽഫ് ജഡ്ജ്മെന്റ്, സെൽഫ് ബൂസ്റ്റിംഗ്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, ഇതെല്ലാമാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. സെൽഫ് ടു അവർ സെൽഫ്, നമ്മളെ അവെയർ ആക്കുക എന്നുള്ളതാണ് ശരിക്കും എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷൻ, അത് വെറും അവയർനെസ് മാത്രമല്ല, ആ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ നോളജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ഹെൽത്ത് എന്നുള്ളത് നമ്മൾക്ക് കിട്ടുള്ളൂ. ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ് അറിയാമെന്നുള്ളതല്ല ഹെൽത്തി ആകുക എന്നുള്ളതിനർത്ഥം. അത് നമ്മൾ എപ്പോൾ വാട്ട് വി ഡസ്, നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ഹെൽത്തി ആകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വി നോ.
നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല, ഹെൽത്തിനെ കുറിച്ച് നമ്മൾക്ക് കുറെ അറിവുണ്ടെന്നുള്ളതല്ല ഹെൽത്തി ആകാൻ. നമ്മൾ ആ അറിവ് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ചെയ്യുമ്പോഴാണ് ഹെൽത്തി ആകുന്നത് അല്ലെ. ഓക്കെ, ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞില്ല, അവര് റോൾ മോഡലിങ്, അവർ ഇമിറ്റേറ്റ് ചെയ്യും, ഫോളോ ചെയ്യും ടീച്ചേഴ്സിനെ, അതുപോലെ തന്നെ അഡൾട്ട്സിനെ. അവരുമായിട്ട് കണക്റ്റഡ് ആകുന്നവർക്ക് വൺസ് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ അവർ ശരിക്കും അവർക്ക് ചെയ്യണ പോലെ തന്നെ അവർ ചെയ്യും. അവർ നടക്കുന്ന പോലെ നടക്കും, അവർ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ നോക്കും, സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നോക്കും. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അവരെ ഇവരുടെ ഫേസിലേക്ക് കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുവാണെങ്കിൽ അവരും കൈ കഴുകും, കൈ കഴുകിയില്ലെങ്കിൽ അവരും ചെയ്യില്ല. ആ ഒരു രീതിയിൽ അവരെല്ലാ കാര്യത്തിലും നമ്മളെ റോൾ മോഡൽ ആക്കാനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ റോൾ മോഡൽ ആയിരിക്കണം. അങ്ങനെ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് അവർ സ്കൂളിൽ നിന്നാണ് കൂടുതലും അവർക്ക് കിട്ടുന്നത്. ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്, വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് സംതിങ്, അങ്ങനെ. നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ ആണ്. കുറെ ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് റിഗാർഡിങ് യുവർ റെക്കോർഡ്സ് ആൻഡ് എനിത്തിങ്? കുറെ ഉണ്ട്. 11:20 ആകാറായി. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ പേഴ്സണൽ ഹൈജീൻ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താ ഡൗട്ട്സ്? റെക്കോർഡ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാനാണോ? ആ, ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ? ആ, രണ്ടാമത്തെ റെക്കോർഡായിട്ട് പറഞ്ഞത് ഏതായിരുന്നു? റെക്കോർഡല്ലേ മാം? ഫോർത്ത്. ഓക്കെ, അതിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല മാം, അതാ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു. അതാകുമ്പോ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, രണ്ടും കൂടെ കണക്ട് ചെയ്ത് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് അതിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. നിങ്ങൾക്ക് കളിക്കുടുക്ക, മാജിക് ബോർഡ് കണ്ടിട്ടുണ്ടോ? യെസ് മാം. ആക്ടിവിറ്റീസ് എങ്ങനെയാണ് കുട്ടികൾക്ക് ചെയ്യാനായിട്ട്? ക്വസ്റ്റ്യൻ പോലെയാ തന്നിരിക്കുന്നത്, ഒന്നും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ശരിയല്ലേ? ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ്. എല്ലാത്തിന്റെയും ആക്ടിവിറ്റി, ഫൈൻഡ് ദ വേ ഔട്ട്. ഒരു പപ്പിക്കുട്ടിക്ക് അതിന്റെ കെനലിലേക്ക് എത്താനായിട്ടുള്ള വേ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എത്താനുള്ള വഴി കണ്ടു. അത് ആൻസർ ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി തന്നെ ചെയ്യണം അല്ലെ. പിന്നെ ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ കുറച്ച് ഭാഗം ചിലപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബാക്കി മുഴുവൻ കുട്ടി ചെയ്യണം. അല്ലെങ്കിൽ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ടാകും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ, ഔട്ട്ലൈൻ മാത്രം. അതില് അവിടെ നമ്പർ ഇട്ടിട്ടുണ്ടാവും, 1 2 3 4 അങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഈ ഓരോ നമ്പറിന്റെ നേരെ റൈറ്റ് സൈഡിൽ ഓരോ കളർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 1 എന്നുള്ള നമ്പറിന്റെ നേരെ റെഡ് ആണെങ്കിൽ 1 എന്നുള്ള നമ്പറുള്ള ഭാഗത്തൊക്കെ റെഡ് കളർ ചെയ്യുക. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കണ്ടിട്ടില്ലേ? യെസ് മാം, മക്കളുടെ ബുക്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പൊ അതാണ്. അപ്പൊ എന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. റെക്കോർഡ്സ് ഒക്കെ പറയുമ്പോ തന്നെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഫൈനൽ ലാസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫസ്റ്റ് വൺ ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല, പക്ഷെ ഇതേ കണ്ടന്റ്സ് വരാം. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. എന്താണ്? അയ്യോ, ആര്യ വന്നോ? ആര്യ എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ റെക്കോർഡിൽ എഴുതിയത്, അതൊക്കെ കണ്ടിട്ട് പോവാം. എന്താ പറഞ്ഞേ? എനിക്ക് ക്ലിയർ ആയില്ല, ആരെങ്കിലും ഒന്ന് പറയാമോ കേട്ടവർ? No ma'am, we are not audible. എന്താ ഓഡിയോ എന്തോ ഇഷ്യൂ ആര്യ? ഞങ്ങൾക്ക് ഇപ്പൊ ഇത് പറഞ്ഞാൽ മതി എന്നാണോ പറഞ്ഞേ? അത് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് ഈ റെക്കോർഡ് തീരുമെന്ന് എനിക്ക് സംശയമുണ്ട്, കുറച്ച് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയതുകൊണ്ട്. ഓക്കെ, കാണിക്കൂ. എന്താ ആര്യയുടെ പ്രോബ്ലം എന്ന് നോക്കട്ടെ. പ്രശ്നം എന്താ സംശയം? റെക്കോർഡ് ഇതാണ്. റെക്കോർഡിന്റെ ഇൻഡസ്ട്രി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാൻ മറ്റേ ഒരു പേജിൽ എഴുതി, ഒരു പേജ് തികച്ചു,
ഇപ്പോഴത്തെ പേജിലെ രജിസ്റ്റർ 2-3 പേജായി. അതായത് നമ്മൾ നോട്ട്ബുക്കിൽ നോട്ട്സ് എഴുതുന്ന പോലെ തന്നെ റെക്കോർഡിൽ ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. പ്രോബ്ലം സാരില്ല, കാരണം നമുക്ക് ആദ്യത്തെ റിഡിൽസ്, പസിൽസ്, പിന്നെന്താണ് പ്രോവേർബ്സ്, ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്, ഇത്രയും കാര്യങ്ങൾ വരെയല്ലേ നമുക്ക് റൈറ്റ് അപ്പ് ഉള്ളൂ. വേറെ കൂടുതൽ പിന്നെ ക്രീച്ചേഴ്സ് അല്ലെ, വണ്ടർഫുൾ ക്രീച്ചേഴ്സ്. യെസ് മാം. ഓക്കെ ആര്യം, ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് പറയാം. ആര്യം ഇത്രയും എഴുതിപ്പോയി, ഇനി ഇത് മാറ്റണോന്നല്ലേ ചോദിക്കുന്നേ? മാറ്റണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം പിക്ചേഴ്സ് ഒട്ടിച്ചു തുടങ്ങിയോ? കളക്ഷൻ ഓഫ് വേരിയസ് പിക്ചേഴ്സ് അത് തുടങ്ങിയോ? മതി മതി, അത് പ്രശ്നമില്ല, മാറ്റണ്ട കേട്ടോ. രണ്ട് സൈഡിൽ ഒട്ടിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ആദ്യം ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു പോയപ്പോ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. പക്ഷെ രണ്ട് സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോ അത് നല്ലൊരു നീറ്റ് ഉണ്ട് ആ ഒരു പേജ്, ആ ഒരു ഷീറ്റ് കാണുമ്പോൾ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. Ma'am, I have one doubt that you can explain in storybook drama script, and ma'am, what about that, ma'am? That is like We have to paste any pictures or hand drawing anything? If you get any pictures related with that, you can paste, but it is optional. Of this drama, you don't need to take any pictures or paste it. And you know how? Do you have any concern about how to write mime and how to write drama? No, ma'am. I think it is who said this, like Drama is just like conversation, direct speech. Like mother, where are you daughter, അല്ലെങ്കിൽ where are you honey എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കില്ല. അപ്പൊ അതേപോലെ തന്നെ അവര് പറയുന്ന പോലെ തന്നെ എഴുതണം, അല്ലാണ്ട് ഒരു തേർഡ് പേഴ്സൺ പറയുന്ന പോലെ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുതരുത്. ക്ലിയർ ആയോ? പിന്നെ മൈം എന്ന് പറയുമ്പോ നമുക്കറിയാം, മൈമില് സംസാരിക്കുന്നില്ല. അപ്പോ നമ്മളിപ്പോ ചെല്ലുന്ന സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ആ മൈം പ്രസന്റ് ചെയ്യിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് മെസ്സേജ് എത്തുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് വരുന്ന എന്തെങ്കിലും മോറൽ വാല്യൂ ഉള്ള മൈം ആയിരിക്കണം. ദാറ്റ് മൈം ഷുഡ് ബി വെരി ക്ലിയർ. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവും. ചില മൈമൊന്നും ചെറിയ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന ടൈപ്പ് ആയിരിക്കില്ല, വലിയ ആൾക്കാർക്കായിരിക്കും അത് മനസ്സിലാവുള്ളൂ. നമുക്ക് തന്നെ ചിലപ്പോൾ ചില മൈം കണ്ടാൽ മനസ്സിലാവില്ല അതിന്റെ കൺസെപ്റ്റ് എന്താന്നുള്ളത്. കാരണം അവർ ത്രൂ ആക്ഷൻസ് ആണ്, അവരുടെ മിടുക്ക് പോലെ ഇരിക്കും, മൈം ചെയ്യുന്നവരുടെ മിടുക്ക് പോലെ ഇരിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൈം പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരു മോറൽ വാല്യൂ വരുന്നൊരു മൈം സെലക്ട് ചെയ്യണം. നമ്മളെല്ലാം കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്നാണ് ഓരോ സ്റ്റോറി എഴുതുന്നത്. കാരണം ഇത് നറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ആ ഒരു ഹോണസ്റ്റി ആണെങ്കിൽ ഹോണസ്റ്റി, പങ്ക്ച്വാലിറ്റി ആണെങ്കിൽ പങ്ക്ച്വാലിറ്റി, ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ആയിരിക്കണം, ഹൈജീൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അസുഖങ്ങൾ വരും എന്നുള്ള ഒരു വാല്യൂ അവരുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അതിനനുസരിച്ച് സ്റ്റോറി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയ? Novel also, especially for children, separated a chapter. There should be at least one illustration in each chapter. യെസ് യെസ്. മറ്റേ ഈ ആൽഫബറ്റിക് സോങ് നമ്മൾ 2 എഴുതണല്ലോ. അപ്പൊ ഞാന് ഈ ആൽഫബറ്റിക് സോങ് ഇങ്ങനെ എഴുതി വെച്ചു. ഇവിടെ ഇങ്ങനെ ആൽഫബറ്റിക് സോങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചു. അപ്പൊ ഇപ്പത്തെ 2 സോങ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ ആൽഫബറ്റിക് സോങ് 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയത് കുഴപ്പമില്ലല്ലോ. ആൽഫബറ്റിക്കൽ സോങ് ഇങ്ങനെ 2 എഴുതി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും എഴുതി വെച്ചോ? അങ്ങനെയല്ല ആൽഫബറ്റിക് സോങ് ഇവിടെ നമ്മൾ 1 എഴുതൂല്ലോ. അപ്പൊ ഇവിടെ ആൽഫബറ്റിക് സോങ് ഇവിടെ 1 എഴുതുന്ന. അത് മാം, ആൽഫബറ്റിക് സോങ് 2 വേണമെന്നുണ്ട് മിനിമം. അപ്പം അവൾ 1 എഴുതിയിട്ടുണ്ട്, പിന്നെ രണ്ടാമത്തിന് ആൽഫബറ്റിക് സോങ് 2 എഴുതി വെച്ചിട്ട് അതിന്റെ തൊട്ട് രണ്ടാമത്തെ സോങ് നമ്പർ കൊടുത്തതാണോ പറഞ്ഞേ? നമ്പർ കൊടുത്തില്ല. അപ്പൊ അങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് യുവർ റെക്കോർഡ്, നോ വൺ വിൽ ക്വസ്റ്റ്യൻ യു. ആൻഡ് ഓൺലി തിങ് ഈസ് ദാറ്റ് കണ്ടന്റ് ഷുഡ് ബി ദെയർ. ആൽഫബറ്റിക്കൽ സോങ് എഴുതാൻ പറയുമ്പോൾ ട്രീസിനെ കുറിച്ച് എഴുതി വെക്കുക, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത കാര്യം എഴുതാതിരിക്കുക, അത്രേ ഉള്ളൂ. വാട്ട് എവർ യു ആർ ഡൂയിങ്, ഇറ്റ്സ് യുവർ റെക്കോർഡ്. യു ക്യാൻ ഇംപ്രവൈസ്, യു ക്യാൻ മോഡിഫൈ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാം. പക്ഷെ കണ്ടന്റുമായിട്ട് മാച്ച് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. ഇപ്പൊ ഞാൻ ഇൻസ്ട്രക്ഷൻസ് തരുവാ, നിങ്ങൾ ആദ്യത്തെ പേജിൽ ആൽഫബറ്റിക്കൽ സോങ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, 10 ലൈൻസേ പാടുള്ളൂ.
എന്താ പറയാ റൈമിങ് ആയിരിക്കണം സെന്റൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കണ്ടീഷൻസ് വരുവാണെങ്കിൽ അത് നിങ്ങളുടെ റെക്കോർഡ് അല്ലല്ലോ. എന്റെ കണ്ടീഷൻസിനനുസരിച്ച് നിങ്ങൾ എന്തോ എഴുതി വെച്ചു. അപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ കുറെ ഞാൻ ബ്ലോക്ക് ചെയ്യുമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയാം ഇറ്റ്സ് യുവർ റെക്കോർഡ്, യു ക്യാൻ മോഡിഫൈ. ഓക്കെ മാം. ഇത് കേൾക്കുമ്പോൾ സോങ് ആണെന്നും നമ്പർ സോങ് ആണെന്നും ഒക്കെ മനസ്സിലാവണം. ഷംന മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളുടെ ഫസ്റ്റ് റെക്കോർഡ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ, ഞാൻ സെക്കൻഡ് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് റെക്കോർഡിൽ നമുക്ക് ഞാൻ ബേർഡ്സ് ഇല്ല നമുക്കതിൽ ആഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ മേടിച്ചത് കൊണ്ടിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രോബ്ലം ഇല്ലല്ലോ? ചെയ്യാം. ഞാൻ മേടിച്ചു പോയി, ഞാൻ ഉണ്ടെന്ന് ഓർത്ത് മേടിച്ചപ്പോ ഞാൻ അത് ആഡ് ചെയ്തേ. മാം അതിൽ കുറെ പേജസ് ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കളക്ട് ചെയ്യും ഫിഷസ് മാത്രമായിട്ട്. വാട്ടർ ആനിമൽ സെപ്പറേറ്റ് അത് ചെയ്യാം. പിന്നെന്താണ് ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഞാൻ ഒട്ടിച്ചത്. നിങ്ങൾക്ക് അത് ബൈ റോഡ് മാത്രമാക്കാം, എയർ വാട്ടർ സെപ്പറേറ്റ് ആയി ഒട്ടിച്ചിരിക്കുന്നത് ചെയ്യാം. പിന്നെ 7 wonders അത് കളക്ട് ചെയ്യണോ അത് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. മൊത്തം എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്, കാരണം കുറെ പേജസ് ഉണ്ട് ബാക്കി. ഫ്ലവേഴ്സ് ഉണ്ടോ നമ്മുടെ ഇതിനകത്ത്? ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ബേർഡ്സ് ഒന്നുമില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. മാം സെറിൽസും പൾസസ് ഒക്കെ ഒട്ടിക്കാവോ? തീർച്ചയായിട്ടും. Okay. Ma'am, for pictorial pictures, we need just I pasted the pictures, but I didn't give the explanation. It's enough, ma'am. If that picture says a lot, then it is enough. A picture kanda thanna story manasilavunneങ്കിൽ it's enough, more than enough. Okay. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്, എന്തായാലും ഈ റെക്കോർഡ് അടുത്ത ദിവസം പറയാം. സമയമായി പറഞ്ഞു, ഡൗട്ട് ചോദിച്ചു. മാം ഞാൻ റൈംസ് ഒക്കെ എഴുതിയായിരുന്നു മാം, പക്ഷെ ഒരു അതായത് ഓർഡർ ഉണ്ടല്ലോ, നമ്മള് ആൽഫബറ്റിക് നമ്പർ റൈംസ് അങ്ങനെ ഓർഡറിൽ തന്നിക്കുക. അതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ട്രയൽ സോങ് വരെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തപ്പോഴാ അതിന്റെ ഇടയിൽ ഒരെണ്ണം, അതായത് ജനറൽ നോളജ് റൈംസ് അങ്ങനെ എന്തോ ആണ്, ഞാൻ അത് വിട്ടുപോയി എഴുതാൻ. അപ്പൊ അതിന് ലാസ്റ്റ് എഴുതിയാൽ മതിയോ? മതി. ഞാൻ പറഞ്ഞിരുന്നു ഓർഡർ നിങ്ങൾ നോക്കിയേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എഴുതാനിരിക്കുമ്പോ ഫസ്റ്റ് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പിനെ കുറിച്ചുള്ള റൈമിന്റെ ഒരു ത്രെഡ് കിട്ടി. അപ്പൊ അതങ്ങ് എഴുതി വെക്കുക, അല്ലാണ്ട് ഓർഡറിൽ തന്നെ പോണെന്ന് നിർബന്ധമില്ല. മാം ഞാൻ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണിക്കൂ. റാബിറ്റിന്റെ പിന്നെ ഒരു ലയന്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഒരു ഗോട്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പേപ്പർ മാത്രം ഒട്ടിച്ചിട്ടുള്ളൂ, വരച്ചിട്ടില്ല. വൈറ്റിൽ തന്നെ ചെയ്യാനാണോ അതോ കളർ ചെയ്യുമോ? എന്താ ചെയ്യുന്നത്? കളർ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റിക്ക് ഒട്ടിക്കാനുണ്ട്. പിന്നെ ഇതിലൊക്കെ കളർ ചെയ്യണം, സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ, മറ്റേ ഇത് സ്റ്റിക്ക് ഒട്ടിക്കാനുണ്ട് ബാക്കിൽ. വെരി നൈസ്. സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ യൂസ് ചെയ്യുക, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഒരു ക്ലാസ്സിൽ ചെന്നപ്പം 5 ഫിംഗേഴ്സിൽ ആ സ്റ്റോറിയിലെ ക്യാരക്ടർ ഇതുപോലെ തന്നെ ഇങ്ങനെ ക്യാപ്പ് പോലെ ചെയ്ത് അങ്ങനെ ചെയ്തൊരു കുട്ടി സ്റ്റോറി പറഞ്ഞു. അത് നല്ല രസമായിരുന്നു. 10 ക്യാരക്ടേഴ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫിംഗേഴ്സ് യൂസ് ചെയ്യാമല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് തമ്മിൽ ഷെയർ ചെയ്യൂ. നമ്മളുടെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ, റെസിപ്രോക്കൽ ഹെൽപ്പാണ്. എനിക്കറിയാവുന്നത് വേറൊരാൾക്ക് കൊടുക്കുന്നു, അപ്പൊ തിരിച്ച് റിട്ടേൺ ഹെൽപ്പ് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും. പ്രതീക്ഷിക്കുകയല്ല, ബട്ട് അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. മോണ്ടിസോറി മെത്തേഡ് റെസിപ്രോക്കൽ ഹെൽപ്പാണ്. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്. നമ്മളെ സ്നേഹിക്കണം, എന്നാലേ നമ്മളുടെ ഐഡിയാസ് പുറത്തുവരുള്ളൂ, നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്ത്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ശരിയാവില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, അതല്ല. വി ഹാവ് ടു ലവ് അവർ സെൽഫ് മോർ ദാൻ എനിത്തിങ്. ഓക്കെ. അപ്പൊ അങ്ങനെയാവുമ്പോ ചില ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങ് ഒറ്റയ്ക്കാവുമ്പോഴേക്കും നമ്മൾ അതും ആഘോഷമാക്കും. ലോൺലിനെസ് കൂടി നമ്മൾ ഇഷ്ടപ്പെടും, നമ്മൾ ഗ്രൂപ്പിലുള്ളതും നമ്മൾ ഇഷ്ടപ്പെടും. ബട്ട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ വി വിൽ ഫൈൻഡ് ഔട്ട് ടൈം ഫോർ അവർ സെൽഫ്. നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂടി എപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കും ഒരു 5 minutes എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വായിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ഒന്ന് പാട്ട് പാടാൻ, ആരും കേൾക്കാതെ ഒരു പാട്ട് പാടണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ.
അപ്പൊ ലോൺലിനെസ്സും നമ്മൾ ആഘോഷമാക്കും. Okay, fine. Thank you so much. And Meghana, have a nice day. And for everyone, have a nice day. കുട്ടികളൊക്കെ അടുത്തുണ്ടാവുമ്പേ വെക്കേഷൻ അല്ലേ, മമ്മിമാരെ ക്ലാസ്സിൽ പിടിച്ചെടുക്കുന്നതിന് അവർക്ക് ദേഷ്യണ്ടോ? അങ്ങനെ ഉണ്ടോ കുട്ടികൾ? ഓടിക്കളിച്ച് ഒറ്റപ്പാടാ മാം, അതാണ് എന്താ ചെയ്യാന്നറിയില്ല. ഒരു മാസം കഴിയാറായി വെക്കേഷൻ, ഇനി ഒരു മാസം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അതും മിസ്സാവും. കുട്ടികൾ പോയി കഴിഞ്ഞാൽ പകല് നമ്മൾ മാത്രമാകും. മാം സൈൻ ഔട്ട് ഉണ്ട്. Yes, please. ഗുഡ് മോർണിംഗ് മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. ഞങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്ന ജിഷ മാമിന് നന്ദി പറയുന്നു. അതുപോലെ ഇൻട്രസ്റ്റോട് കൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് മാം. മാമ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണോ? അല്ല, ഞാൻ ആദ്യമായിട്ടാ പറയണേ, പേടിയുണ്ടായിരുന്നു. അല്ല, ജന്മ നമ്മുടെ ഐശ്വര്യയുടെ മോനെ കാണുന്നുണ്ടോ? കൈയൊക്കെ തരും. എന്താ മാമയുടെ പേര്? ഐശ്വര്യക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താ പറഞ്ഞത്? അത് വിഷുവിന് പടക്കം പൊട്ടിച്ച കഥ. ഒത്തിരി മനസ്സിലായത്. എനിക്ക് അത് തന്നെയാണ് പറഞ്ഞത്. എനിക്കൊരു ഡൗട്ട്. എത്രണ്ണം പൊട്ടിച്ചു? എത്ര പൂത്തിരി കത്തിച്ചു? എന്ത് കളറായിരുന്നു കത്തിയപ്പോ? അടുത്ത ആള് വന്നല്ലേ, പാല് കുടിക്കുവാണോ? എന്താ കയ്യില് വാവയുടെ? അത് മാറ്റിയ ചിലപ്പോ ഇഷ്ടപ്പെടില്ല. കുടിച്ചു 2 വയസ്സ് 1 മാസമായിട്ടുള്ള ആൾക്ക്. ആണോ? ഒരാളും കൂടിയുണ്ട് ഇവിടെ. ശരി. ഐശ്വര്യയുടെ റൂമിന്റെ അവിടെ ആ കുട്ടിയുടെ തൊട്ടില് കണ്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു വാവ ഉണ്ടോന്ന്, അല്ലേ? വാവയാണല്ലോ ഇത്. ക്ലാസ്സുള്ളപ്പോ ഹസ്ബൻഡ് നോക്കണേ മോനെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പാടാണ് ആള്. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അറിയാം. മോള് എത്രയിലാ? ഞാൻ 3ാം ക്ലാസ്സിലേക്ക് പോകും. എന്റെ യാത്രയിലാണല്ലേ? അതെ. അപ്പം നമ്മളുടെ ഒരു ബാച്ചിലൊരു ട്രെയിനിക്ക് 5 മക്കളാണ് കേട്ടോ. മൂത്താള് 25 അങ്ങനെ എന്തോ ഏജ് ആയി. ആള് മോണ്ടിസോറി പഠിച്ചപ്പോ എന്നോട് പറയാ, ഞാൻ ഈ എല്ലാ ഏജിന്റെ, ഒരാള് ചെറിയ ഏജ് ആണെങ്കിൽ ഒരാള് ടീനേജ് ആയിരിക്കും, ഒരാള് യങ് ആയി, അങ്ങനത്തെ ആ ഒരു എല്ലാ സ്റ്റേജിലൂടെ ഞാൻ ഒരേ സമയം കടന്നുപോയ സമയം ഉണ്ടായിരുന്നു. മോണ്ടിസോറി മെത്തേഡ് അപ്പൊ മനസ്സിലാവാൻ നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഉറക്കക്ഷീണമാണോ? ചാരി ഇരിക്കുന്നു അമ്മ. ഓക്കെ, അപ്പം ശരി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. വാവകളെ ബൈ. Thank you, ma'am. Thank you, ma'am.